ഗുഡ് മോർണിംഗ്. വന്ദേ മാതരം. അപ്പോൾ നമ്മുടെ സംഭാഷണം മുഴുവൻ രാജ്യത്തിൻ്റെ നന്മ, ബ്രിട്ടീഷുകാർ നശിപ്പിച്ചു വെച്ച നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുനരുജ്ജീവനം, ലോകത്തിൽ അമേരിക്ക പറയുമ്പോൾ നമ്മൾ ഇത്രാം സ്ഥാനത്താണ്, ദരിദ്ര രാഷ്ട്രമാണെന്ന് പറയുമ്പോൾ അത് അഭിമാനത്തോടെ കേട്ട് നിന്ന് 2047 വികസിക്കുന്നു വിചാരിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാർ, നിങ്ങളിപ്പോഴേ കൃത്യമായ രീതിയിൽ കൃത്യമായി സ്റ്റാൻഡേർഡായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ സ്വാതന്ത്ര്യം 70-75 കൊല്ലം കഴിഞ്ഞില്ലേ, 76 പ്രത്യേകിച്ചും ചെയ്തില്ലെങ്കിൽ 2047 പ്രത്യേകിച്ച് വികസിക്കാൻ പോകുന്നില്ല. നാളെ വികസിപ്പിക്കണം. ടുമാറോ നെവർ ഡൈ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതെൻ്റെ ഒരു കാഴ്ചപ്പാട് പങ്കുവെക്കുന്നതാണ് ഇന്ത്യൻ മിലിറ്ററിക്കും സംസ്ഥാന പോലീസിനും. അവർക്ക് ചിലപ്പോൾ ഇഷ്ടമാവും, ചിലപ്പോൾ ഇഷ്ടമാവില്ല. ഗവർണർമാർക്കും, നല്ല ഗവർണർമാർക്കും. ഇന്ന് ജാതി സെൻസസിന് 2ാം ഘട്ടം, 1ാം ഘട്ടം കഴിഞ്ഞു. 2ാം ഘട്ടത്തിന് ജയറാം രമേശ്, അതായത് പ്രതിപക്ഷ പാർട്ടിക്ക് വേണ്ടി ജയറാം രമേശ് അങ്ങോട്ട് വിമർശിച്ചേക്കാണ്. ഈ ജാതി വച്ച് കഴിഞ്ഞാൽ, ഈ ജാതി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൽ ഒരേ പേരുള്ള ഭയങ്കര സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ, സെക്കൻഡ് സ്റ്റാൻഡേർഡുള്ള ആൾക്കാർക്കൊന്നും ഇഷ്ടാവില്ല. ഇവിടെ എങ്ങാനും 3ാം സ്റ്റാൻഡേർഡുകാർ വന്നാലോ എന്ന് പറഞ്ഞിട്ട് ഒരു പേരുള്ളതിൽ ഇവരൊക്കെ വിവരിക്കണം. നമുക്ക് അത് നോക്കണ്ട. പിന്നെ ഒരുപാട് അഹങ്കാരങ്ങൾ കേട്ടു. ഒന്ന് വന്ദേമാതരത്തിൻ്റെ ആലാപനത്തിനെ കുറിച്ചിട്ട് കേരളത്തിൽ നിന്ന് കേട്ടു, തമിഴ്നാട്ടിൽ നിന്ന് കേട്ടു. അവിടെ തായ്പാട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ലവരായ എന്തായാലും ഒരു ത്രിമൂർത്തി പൊട്ടലോകം ഉണ്ടെങ്കിൽ തന്നെയും എവിടെയോ കേന്ദ്ര സർക്കാരിൽ നല്ല ടീമുണ്ട്. 1 മിനിറ്റ് കൊണ്ട് ജനങ്ങളെ നശിപ്പിക്കുന്ന എല്ലാ ഡിസിഷൻസും നിങ്ങൾ എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ GSTയുടെ കാര്യം. ഇപ്പോൾ ഗണനം പരിപാടിക്കൊന്നും GST ഇല്ല, അതിൻ്റെ റോയൽറ്റി ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഡിസിഷൻസ് എടുത്തു. തിരുവിതാംകൂർ ദേവസ്വം പുള്ളുവം പാട്ടുകാർ, ഈ പാവപ്പെട്ട പുള്ളുവം പാട്ട്, നമ്മുടെ നാടിൻ്റെ കൃത്യമായ ഒരു എന്താ പറയുക, താഴ്ന്ന എന്നാൽ ശ്രേഷ്ഠരായ ഒരു ഭക്തസംഘമാണ് ഈ പുള്ളുവം പാട്ട്. നമ്മുടെ നാട്ടിലവിടെയൊക്കെ ഉണ്ട്. ഈ തൃക്കൂരും നമ്മുടെ ആറശ്ശേരത്തൊക്കെ അവരെ കാണാറുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് എല്ലാത്തിൻ്റെയും ഒരു വേറെ തലങ്ങൾ. അവർക്ക് GSTന്ന് എന്തോ വഴിപാട് ജനങ്ങൾ കൊടുക്കണ ഇന്ന് GST എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നിലവാരം ഇരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററിയും സംസ്ഥാന പോലീസും വളരെ എയിമിൽ തന്നെ ഇരിക്കണം. 1 മിനിറ്റ് അങ്ങനെ തന്നെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ നീക്കാൻ. ഇപ്പം ഈ കാര്യം ഇപ്പോൾ ഗവൺമെന്റിനോട് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അതിനോട് താല്പര്യമില്ല. അവരിപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ MLA-മാരും ഈ വോട്ട് ചെയ്ത ഓരോ പഞ്ചായത്തിലും വാർഡുകൾ വേണ്ട, പഞ്ചായത്തിൽ സെൻട്രലൈസ് ചെയ്തിട്ട് ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട സമയമാണ് ഇപ്പോൾ. പക്ഷെ അതിനൊന്നും ഇവിടുത്തെ ഒരു യുവത്വത്തിന് താല്പര്യമില്ലാണ്ടായി. ഒക്കെ ഓരോ അടിമത്തത്തിലും ഈ ഓരോ വിഷമത്തിലും ജീവിക്കുകയാണ് അവർ. അപ്പം അതിന് ഞാൻ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആലോചിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശത്രുവിൽ പെടും. പക്ഷെ ഇപ്പോൾ ഉള്ള യുവത്വത്തിന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എല്ലാ MLA-മാരും ആഴ്ചയിൽ ഒരു ദിവസം, മാസം ഒരു ദിവസമെങ്കിലും ജനങ്ങളോട് സംവദിക്കാൻ തയ്യാറാവണം. അല്ലാണ്ട് അതിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തലേദിവസം കാണിക്കുന്ന കോപ്രായങ്ങളുടെ അതൊക്കെ കഴിഞ്ഞില്ലേ. എല്ലാവരും മനുഷ്യന്മാരല്ലേ, നിങ്ങൾക്കൊന്നും ഒരു യുവത്വല്ലേ, നിങ്ങൾ രാജ്യസ്നേഹികളായിരിക്കും, നിങ്ങൾ ദേശീയവാദികളായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ വിദഗ്ധമായിട്ടല്ല, ഒരു മൊത്തത്തിൽ രാജ്യത്ത് ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ധർമ്മത്തിൽ 1 മിനിറ്റ് കൊണ്ട് ക്ലിയർ ആക്കി വെക്കണം പല കാര്യങ്ങളും. അതിൻ്റെ ഒരു കാരണമാണ് ഈ ജാതി സെൻസസിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണം. ഈ ടീച്ചർമാരെ വീടല്ല വേണ്ടതെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ എല്ലാതും. ഫോർ എക്സാമ്പിൾ ഇന്ത്യ മുഴുവനായിട്ട് എടുക്കുന്നു. പഞ്ചായത്ത്, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ.
ഈ നമ്മുടെ ഇപ്പൊ പിന്നെ ഏതൊക്കെ ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനത്ത് എവിടെയൊക്കെ ഒരു പഞ്ചായത്ത് ഓഫീസ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടോന്ന് അറിയണം. ഈ മാവോയിസ്റ്റ് മേഖലകളിലൊക്കെ അവര് തോക്കും ചൂണ്ടി വലിയ ലോകത്തെ പേടിപ്പിച്ച് ജീവിപ്പിച്ചായിരുന്ന ആൾക്കാരാണ് അവർ. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. വികസനം എന്ന് പോയിട്ട് കുടിവെള്ളം പോലും ഇല്ലാത്ത നാടുകളുണ്ട് നമ്മുടെ. 2026 കാര്യമാണ്. അപ്പോൾ വളരെ വിദഗ്ധമായിട്ട് ഇന്ത്യൻ മിലിറ്ററി സംസ്ഥാന പോലീസും ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ ശ്രമിക്കുക. എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിൽ കമ്പ്യൂട്ടർ ഉണ്ട്. ഈ പഞ്ചായത്തുകളിൽ വാർഡുകളുടെ നിലവാരമുണ്ട്. വാർഡുകളുടെ എത്ര വാർഡുകൾ ഉണ്ടെന്നുണ്ട്. ഒരു വാർഡിൽ 1000 വെച്ചിട്ടാണെങ്കിൽ 20,000 ഒരു പഞ്ചായത്തിലുണ്ട് വിചാരിക്കും. ഈ സംഭവം അവിടെ ജാതി എന്ന് പറഞ്ഞ കോളല്ല. വീട്ടുപേരുണ്ടാവും, സ്ഥലം ഉണ്ടാവും, വാർഡുണ്ടാവും. അവർ കോളം ആഡ് ചെയ്യുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും ആധാറായിട്ട് ബന്ധിപ്പിച്ചേക്കുക. എല്ലാ കേസും ആധാറും ഫോൺ നമ്പറും ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ലല്ലോ. അങ്ങനെ ആക്കിയെടുത്തു. അപ്പോൾ നമ്മൾ ആധാർ സേവനം ഉപയോഗിക്കുക. ഈ ജനങ്ങളുടെ ഈ വിഷയം, ഈ ഫോൺ നമ്പർ നമുക്ക് കിട്ടും. ഈ ഫോൺ നമ്പറിൽ വിളിച്ച് ഡയറക്റ്റ് ചോദിക്കുക. ആ ജാതി അവിടെ രേഖപ്പെടുത്തുക. ഇന്ത്യ മുഴുവൻ ഇതാകുമ്പോൾ ഒരു ദിവസം കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് കഴിയുന്നുള്ള പരിപാടിയാണിത്. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. ബ്ലോക്ക് ആയാലും അങ്ങനെ തന്നെ, മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തുമ്പോൾ ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, പിന്നെ ഒരു ബംഗാളും അതന്നെ. ആ ഭാഗത്ത് എത്തുമ്പോൾ ഒരു കൺവേർഷൻ മാഫിയനെ കാണാം. ഇത് കൃത്യമായി പോസിറ്റീവിൽ പിടിക്കണമെങ്കിലും ഈ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. ജാതി രേഖപ്പെടുത്താം. അല്ലാണ്ട് എല്ലായിടത്തും എത്രയോ കുഗ്രാമങ്ങൾക്ക് ഇന്ന് നടന്നു പോയിട്ടൊന്നും ഇതുവരെ ഇപ്പോൾ 1-ാം ഘട്ടം തന്നെ എങ്ങനെ കഴിയുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം ഇന്ത്യയിൽ പലയിടത്തും അത് കഴിഞ്ഞിട്ടുണ്ടാവും തന്നെ അറിയില്ല. അതിനോട് ചാൻസ് കാണണില്ല. പക്ഷെ കഴിഞ്ഞെങ്കിൽ ഗംഭീരം, അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തു തന്നെ പറയണം. ഈ 2-ാം ഘട്ടം ഇങ്ങനെ ചിന്തിച്ചൂടെ? പിന്നെ കേന്ദ്ര സർക്കാർ, നല്ലവരായ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളിലെ അഹങ്കാരങ്ങൾ കണ്ടില്ലേ? വന്ദേമാതരം ആലപിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഈ മോദിയുടെ കേസിൽ നിന്ന് എങ്ങനെയാണെന്ന് കണ്ടില്ലേ? ഈ ബംഗാളിൽ ഒരു BJP കാരൻ സുഭാഷ് ചന്ദ്രബോസിനെ കളിയാക്കിയത് കണ്ടില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ രാജ്യത്ത് ഈ ബുദ്ധി നല്ലൊരു ബുദ്ധിയായിരിക്കും. പിന്നെ കേന്ദ്ര സർക്കാർ AI വെച്ചിട്ടുള്ള ചിന്ത. ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടത് ഡിസിഷൻസ് എടുക്കണം. ജനങ്ങൾക്ക് വേണ്ട ഡിസിഷൻ നിങ്ങളുടെ കൺമുമ്പിലിരിക്കണ 1 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിച്ചൂടെ? അപ്പോ നല്ലവരായ കേന്ദ്ര സർക്കാർ രാജ്യം 1 മിനിറ്റ് കൊണ്ട് നന്നാക്കണം, അല്ലെങ്കിൽ നാളെ നന്നാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ 2027 നന്നാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഗവൺമെന്റ് ഓഫീസുകളിലെ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ തന്നെ ആ തീം മ്യൂസിക് ഇല്ലേ, കമ്പ്യൂട്ടറിന്റെ ഒരു ഓപ്പണിംഗ് മ്യൂസിക് ഇല്ലേ, അതിന്റെ പേര്, കൃത്യമായ പേര് എനിക്ക് ഇപ്പൊ കിട്ടണില്ല, ഡെസ്ക് ടോപ്പ് മ്യൂസിക് എന്നൊക്കെ പറയുന്നതിന്, അത് വന്ദേമാതരം എങ്ങനെയാക്കാം. ഈ സ്പാർക്കിലൊക്കെ ജോലി ചെയ്യണ IT കാർക്ക് അത് മനസ്സിലാവും കൃത്യമായിട്ട്. അപ്പോൾ അതിൽ ഇടപെടാൻ നോക്ക് കേന്ദ്ര സർക്കാർ. കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ തന്നെ വന്ദേ മാതരം എന്ന് കേൾക്കണം. അത് ചിന്തിച്ചാൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ നടത്തിയാൽ മതി. പക്ഷെ ഇത് നിങ്ങൾ നടത്തണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. AI ആണ്, കമ്പ്യൂട്ടർ ലോകമാണ്, മൊബൈലാണ് കയ്യിലിരിക്കുന്നത്. AI ഉപയോഗിച്ച് അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടും നാട്ടിലൊന്നും നടക്കണില്ലേ? പക്ഷെ ഇത് സുഖമായിട്ട് ഇന്ത്യൻ മിലിറ്ററിക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ.
അതിൻ്റെ അടിസ്ഥാനം നമ്മൾ നാളെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ ഉത്തരം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അല്ലേ. ഭാരതത്തിലൊരു വലിയ ബുദ്ധി, ഇപ്പോൾ നമ്മുടെ ഈ FCRയുടെ കേസ് വന്നപ്പോൾ US നിന്ന് മിഷണറിമാർ നാട്ടിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. US മിഷണറിമാർ മാർപ്പാപ്പ വിട്ടിട്ട ആൾക്കാർ ഈ നാട്ടിലേക്ക് വരണമെങ്കിൽ ഇവരുടെ അറ്റം എങ്ങനെ ഈ ഭൂഷാലോകമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം. FCR അവിടെ നിൽക്കട്ടെ, പക്ഷെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 1 മിനിറ്റ് കൊണ്ട് കഴിയില്ല എന്ന് ചോദിക്കണേ, ഞാൻ കഴിയും. ജാതി സെൻസസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 2ാം ഘട്ടം കൂടി വിജയകരമാവുമെന്ന് പ്രത്യാശിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഭാവി നേരുന്നു, നല്ലൊരു നാളെ നേരുന്നു. ഇന്ന് ആഗസ്റ്റ് 15. വന്ദേ മാതരം. പിന്നെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ആവാമെന്ന് വിചാരിക്കുന്നു. ഓഗസ്റ്റ് 15 ഒരു ക്ലാസ്. നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നന്ദി, നമസ്കാരം.